എവിടെയാണ് അനൂപുള്ളത്? ക്യാമ്പിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചുണ്ട RC സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടെ ഉള്ളവരിൽ പ്രധാനമായും മുണ്ടക്കൈ, ചൂരൽമല, പക്കാളിപ്പള്ളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന്, ദുരന്തബാധിത സ്ഥലത്തു നിന്ന് ആദ്യം മാറ്റിപ്പാർപ്പിച്ചവർ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ ഈ ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണം എല്ലാം വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മുണ്ടക്കയിൽ നിന്നും അതോടൊപ്പം ചൂരൽമലയിൽ നിന്നുമാണ് പ്രധാനമായും ഇവിടേക്ക് ആളുകളെ എത്തിച്ചത്. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങൾ, അതായത് ഈ സ്ഥലത്ത് നമുക്ക് പൊതുവിൽ അറിയാം, ഈ സ്ഥലത്ത് മറ്റ് മേഖലകൾ കൂടി ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയുള്ള ആളുകളെ കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ളവരിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ നേരിട്ടവരും ഇവിടെയുണ്ട്. അതായത് വീടിന് മുകളിലേക്ക് വലിയ മൺതിട്ടകൾ ഇടിഞ്ഞ് വീട് പൂർണ്ണമായി തകർന്നവർ ഉൾപ്പെടെ ഈ ക്യാമ്പിൽ ഉണ്ട്. അവരെല്ലാം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണിത്. ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് 2 ദിവസമായി. ഇന്നാണ് കൂടുതൽ പേരെ ഇവിടേക്ക് എത്തിച്ചത്. 86 പേരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ക്യാമ്പിൽ താമസിക്കുന്നത്. ഈ പക്കാളിപ്പള്ളത്തെല്ലാം വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ള സ്ഥലമാണ്. അതോടൊപ്പം ഇതിൽ തൊട്ട് സമീപത്തെ, അതായത് ഈ ചുണ്ട ടൗണിന് തൊട്ട് സമീപത്ത് തന്നെയുള്ള ആളുകളാണ് കൂടുതലായും ഈ ക്യാമ്പിൽ ഉള്ളത്. അവരെല്ലാം ഈ ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം എത്തിയവരുണ്ട്. ഇന്നാണ് ചൂരൽമലയിൽ നിന്നും അതോടൊപ്പം മുണ്ടക്കയിൽ നിന്നും ആളുകളെ ഇവിടേക്ക് എത്തിച്ചത്. ഈ വൈത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് ഉണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതെല്ലാമായി 86 പേരെയാണ് ഇവിടെ ഇപ്പോൾ പാർപ്പിച്ചിട്ടുള്ളത്. ഇനിയും ആളുകൾ വന്നുകൊണ്ട് നിൽക്കാമെന്നാണ് റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ഒരു ബസ് ആളും കൂടി 50ഓളം ആളുകൾ കൂടി ഇവിടെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ളവർക്കൊക്കെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഏർപ്പാട് എന്നുള്ള നിലയിലേക്കുണ്ട്. രാത്രി വൈകിയും ആളെ എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നൊക്കെ എപ്പോഴാണ് ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തുടങ്ങിയത്? എന്താണ്? ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും ഇങ്ങോട്ട് എപ്പോഴാണ് ആളുകൾ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് 2 ദിവസം, മെനിഞ്ഞാന്നാണ്, ഇന്നലെയാണ് ആളുകളെ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുള്ളത്. ഇന്നലെയാണ് ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്. ചൂരൽമലയിൽ നിന്നുള്ളവരാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. പക്കാളിപ്പള്ളം മണ്ണിടിഞ്ഞ് പോയിട്ടുള്ള വീടുകളിൽ നിന്ന് ബാക്കിൽ നിന്ന് ആളുകളൊക്കെ മാറ്റിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ മുണ്ടക്കയിൽ നിന്നുള്ള ആളുകളാണ് ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ രാത്രി വൈകിയും ആളുകളെ രക്ഷിച്ച് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് പറയുന്നത്. അതായത് ഈ രക്ഷാപ്രവർത്തനം ഈ രാത്രി സമയത്തും ഇത്തരത്തിൽ തുടരുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് സാങ്കേതികമായി ഇന്നത്തെ തെരച്ചിൽ ഈ മുണ്ടക്കൈ പ്രദേശം നിർത്തിയെങ്കിലും ഈ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പല മേഖലകളിൽ നിന്നും ഇപ്പോഴും ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നു. റവന്യൂ വകുപ്പ് ഇവർക്ക് നൽകുന്ന നിർദ്ദേശം എന്തെന്ന് വെച്ചാൽ ഈ രാത്രി വൈകിയും ആളുകളെ എത്തിക്കാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണമെന്നതാണ്. അതുകൊണ്ട് തന്നെ പല മേഖലകളിൽ നിന്നും സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി അതിനുള്ള ആവശ്യങ്ങൾ, സജ്ജീകരണങ്ങൾ ഇവിടെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ഇന്നാണ് പ്രധാനമായും ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിൽ നമുക്കറിയാം, വലിയ ദുരന്തത്തെ അതിജീവിച്ച ആളുകളെല്ലാം ഈ ക്യാമ്പിലുണ്ട്. അവരെല്ലാം ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുന്നത് രാത്രി വൈകിയും ഇവിടങ്ങളിൽ നിന്ന്, ഇത്തരത്തിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണസജ്ജമായ ഈ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. അത് വേണ്ടി വന്നാൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളാൻ വിധം ഇതിൻ്റെ സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ശരത്ത് ഇപ്പോൾ ഈ ചുണ്ടയിൽ അനൂപ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പ്രത്യേകിച്ച് റെഡ് സോൺ ഭാഗമായിട്ടുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകുകയും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രമല്ല, പ്രളയ സാധ്യതയും ഉരുൾപൊട്ടലടക്കമുള്ള മറ്റു പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി വിവരം ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുണ്ടയിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ അത്തരം പ്രദേശങ്ങളിൽ നിന്നടക്കം, ഇപ്പോൾ ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല, അത്തരം സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് പോലും ഇപ്പോൾ ആളുകളെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ മുണ്ടക്കൈ ഭാഗത്തു നിന്നൊക്കെ രാത്രിയും ആളുകൾ അവിടേക്ക് എത്താൻ പോകുന്നു. അനൂപ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ